വേറെ കൃഷ്ണയത്തിൻ്റെ സൈക്കിളിന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഡിസ്ക് ബ്രേക്കിൽ ആണ്ട് ഇവിടുത്തെ ഡിസ്ക് ഇച്ചിരി തേഞ്ഞിരിക്കുക കണ്ടോ. പക്ഷേ ഫ്രണ്ടിലെ ഡിസ്ക് പക്ഷേ അത്രയും തേഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലെ ഡിസ്ക് എടുത്ത് നമ്മൾ ബാക്കിൽ കൊണ്ടുവെക്കാൻ പോവുക. എന്നിട്ട് ബാക്കിലെ ഡിസ്ക് എടുത്ത് ഫ്രണ്ടിൽ വെക്കാൻ പോവുക. അപ്പോൾ നമുക്ക് വേറെ സൈക്കിൾ നോക്കിയപ്പോൾ ഇതാണ്ടോ, സൈക്കിളിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പ് ഇളകുന്നുണ്ടോ, വെള്ളം കയറിയതാണ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ വെള്ളം കയറുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇതുണ്ടോ, കുറേ നാളുകൊണ്ട് ഫ്രെയിമിൽ കടന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ വാശർ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇളക്കാൻ ഭയങ്കര പാട്. ഇതാണ്ട് പറ്റുന്ന അത്രയും നോക്കുന്നുണ്ടോ. ഫ്രണ്ടിലെ വീൽ അരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലെ വീലിനകത്ത് ദാണ്ട് ഇത് ഈ ഡിസ്ക് ബ്രേക്ക് ഊരി എടുക്കാൻ പോവുക. ദാണ്ട് ഇത്രയും നട്ട് ഊരണം ചാരി. അപ്പോൾ നമുക്ക് ഈ നട്ടെല്ലാം ഊരിയെടുക്കാം. ബാക്ക് വീൽ ഊരിയെടുക്കുക. അപ്പോൾ ഗിയർ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് ഇത് ഊരിയെടുക്കാൻ. ചെയിൻ എന്നിട്ട് ചെയിൻ നമ്മൾ ബാക്ക് വീൽ ഊരിയിട്ടുണ്ട്. ഇത് നോക്ക്. നമുക്കിനി ഈ ഡിസ്കിൻ്റെ നട്ടും അരിക്കണം. വരെ മാറ്റി വെക്കാനുള്ള ഡിസ്ക്, ഇനി തേഞ്ഞ ഡിസ്ക് അതിനകത്തുനിന്ന് ഊരിയെടുക്കാം. എന്നിട്ട് ഇതെടുത്ത് അതിനകത്തും കൊണ്ടുവയ്ക്കാം. ഇതിൻ്റെ ലുക്ക് നോക്കിയേ, മൊത്തം അരിച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഈ വീലെല്ലാം തിരിച്ച് ഫിക്സ് ചെയ്യണം. ഈ ഡിസ്കിന് കയറ്റി വെച്ചിട്ട് വേണം അതൊക്കെ ഫിക്സ് ചെയ്യാം. ബാക്ക് വീലിൽ ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് സൈക്കിളിൽ ഫിക്സ് ചെയ്യാം. ഫ്രണ്ട് വീലിൽ ഡിസ്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് സൈക്കിളിൽ സെറ്റ് ചെയ്യാം. നമ്മളിതാ സൈക്കിളോട്ട് ഇറക്കി വെക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് കേടായിരിക്കുക. അപ്പം നമ്മൾ ബാക്കിൽ അത് തേഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലെ ഡിസ്ക് എടുത്ത് ബാക്കിൽ വെച്ചാൽ അപ്പോൾ വീല് ചെയ്യാനിപ്പോൾ നല്ല ബ്രേക്ക് കിട്ടും. അപ്പോൾ വെച്ചാൽ നമ്മൾ സൈക്കിൾ എന്തെങ്കിലും സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.